അമിതേട്ടാ ക്യാമറ വരാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കണം. ഓക്കെ, ഫാമിലി മീറ്റപ്പിന് കണ്ടില്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഇപ്പൊ റിക്കവർ ചെയ്തു. ഓക്കെ ആണ് ഇപ്പൊ. ഓൾ ഗുഡ്, ഓൾ ഗുഡ്. ഓക്കെ, സെറ്റ്. സുഖമായിട്ടിരിക്കണം. അപ്പം 31ാമത്തെ ജനറൽ ബോഡിയാണിത്. അപ്പം എത്ര വർഷമായി വന്നു തുടങ്ങിയിട്ട്? ഞാനിപ്പോ എന്റെ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. എക്സൈറ്റ്മെന്റ് എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താണ്? പിന്നെ എന്താ പറയാ, ആദ്യമായിട്ടൊരു ഇത്രയും വലിയ ഫെർട്ടനിറ്റി മെമ്പർ ആയിട്ട് വരുന്നതിന്റെ വലിയൊരു സന്തോഷം. ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അതെ, കുറെ നാളെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എടുക്കണമെന്ന് പറഞ്ഞു. കഴിവുള്ളവർ പുറത്ത് വെക്കുമ്പോ നമ്മളോട് എന്നിട്ട് കാര്യമില്ല. അതെ അതെ അതെ. അപ്പം നല്ലൊരു തുടക്കമാവട്ടെ. നമുക്ക് റെഡ് കാർപ്പറ്റിലും കൂടെ പോവാം. നമസ്കാരം. നമ്മളെ ഫാമിലി മീറ്റപ്പിലാണ് കണ്ടത്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും കാണുകയാണ്. ഓർമ്മയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഒരു കൊല്ലത്തിലൊരിക്കലല്ലേ. നമ്മുടെ ഫാമിലി മീറ്റപ്പ് കഴിഞ്ഞിട്ട് അടുത്തൊരു പരിപാടി ജനറൽ ബോഡിയാണ്, വർഷത്തിലൊന്നാണ്. എന്താണ് എക്സൈറ്റ്മെന്റ്? വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. ഒരു കൂട്ടായ്മ, എല്ലാം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും, വലുതെന്നല്ല ചെറുതെന്നില്ല, എല്ലാവരും ഒരുമിച്ച് കൂടി പങ്കിടുന്ന ഒരു വലിയ നിമിഷമാണ്. അത് മനസ്സിന് വളരെ കുളിർമ തരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി ഒരു കൊല്ലത്തിലൊരിക്കൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അതെ അതെ. അപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചത് അഡോബ് കമ്മിറ്റിയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ഫാമിലി മീറ്റപ്പ് ആയിരുന്നു. അപ്പൊ അഡോബ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു അവസരത്തില്? എല്ലാം അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, വളരെയധികം നല്ല രീതിയിൽ പോകുന്നു. അപ്പൊ അഡോബ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നല്ലേ ഉള്ളൂ, ഒരു കമ്മിറ്റി തന്നെയാണത്. അവര് തുടർന്ന് പോകട്ടെ എന്ന് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. നന്നായിട്ടൊക്കെ വരുന്നു. അവർ നല്ല മനുഷ്യരാണ്, എല്ലാവരും നന്മ ചെയ്യുന്നവരാണ്. അപ്പം ഇത് തന്നെ തുടരട്ടെ, നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ? അല്ലല്ല, ആയിക്കോട്ടെ. നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ ഒരു സ്ഥാനമാനമല്ല, ഇതിനകത്ത് വർക്ക് ചെയ്ത് ഈ ഓർഗനൈസേഷനെ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്ന നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദാറ്റ് ഇസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു. ഹായ് ചേച്ചി, എന്തുണ്ട് വിശേഷം? ഓക്കെ, ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ വീഡിയോസിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പം 31st ജനറൽ ബോഡി മീറ്റിംഗ്, എന്താണ് എക്സൈറ്റ്മെന്റ് ഇതിൽ? എക്സൈറ്റ്മെന്റ് നമ്മളായിരുന്നു ഇതിന്റെ പുറകിലുള്ള പ്രിപ്പറേഷൻസ് എല്ലാം. ആഡോക് മെമ്പർ ആണല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ഇന്നലെ രാത്രി വെരി ലേറ്റ് വരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മീറ്റിംഗും എല്ലാം. ഈ തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജഗതി ചേട്ടൻ വർഷങ്ങൾക്ക് ശേഷം വരുന്നു എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ആളിലേക്ക് കൊണ്ടുവരാന്നുള്ളൊരു തീരുമാനം എന്തായാലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് എല്ലാവരും കൂടെ കളക്റ്റീവായിട്ട് എടുത്തൊരു തീരുമാനമാണ്. ആൻഡ് അതൊരു കുറെ നാളായല്ലോ ജഗതി ചേട്ടനെ മിസ് ചെയ്യും. അതെ, തീർച്ചയായിട്ടും ഇപ്രാവശ്യം അത് അങ്ങനെ ചെയ്യും, വരാമെന്നുള്ളത് തീരുമാനം എടുത്തു. അപ്പൊ അതാണ് ഇവിടെ സംസാരിച്ച പലരും പറഞ്ഞത്, ജഗതി ചേട്ടൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓർമ്മയുണ്ടോ എന്നെ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ആത്മയുടെ പ്രോഗ്രാമിന്? എന്തുണ്ട്? അപ്പൊ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ കാണാന്നൊക്കെ. അപ്പൊ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. എങ്ങനെ വന്നു? കാറിൽ വന്നു. അപ്പം ജനറൽ ബോഡി എന്നത് കൂടാണ്. അപ്പൊ വലിയൊരു എക്സൈറ്റ്മെന്റ്, ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ തൽക്കാലം അത് പറയട്ടെ. അവിടെ പറയുന്നത് ജഗതി ചേട്ടൻ വരുന്നുണ്ട്, അറിഞ്ഞായിരുന്നോ? ഉണ്ട്. ജഗതി ചേട്ടൻ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വരുന്നു. എങ്ങനെയാണ് ജഗതി ചേട്ടൻ ഒരു ഓർമ്മ എങ്ങനെയാ? നല്ല കോമഡി നടൻ, നല്ല പെരുമാറ്റം, നല്ല ഫോണില്ലാത്ത ഒരാള്, ഫോണൊന്നും ഉപയോഗിക്കാൻ സാധാരണ മനുഷ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നല്ലൊരു നടൻ. എനിക്ക് കുടുംബം ബാക്കി കാര്യമൊന്നും എനിക്കറിയില്ല. നല്ല കോമഡി ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് എല്ലാം അത്ര എനിക്കറിയാം. നല്ലൊരു നടൻ, നല്ല ആർട്ടിസ്റ്റ്, കോമഡി നടൻ, നല്ല മനസ്സിന്റെ ഒരു ഉടമയാണെന്ന് എനിക്ക് പറയാം. അപ്പം വരുമ്പോ നമുക്ക് കാണാം. അപ്പൊ ഇത് ഇന്ന് ഇപ്പം എല്ലാരും വരുന്നുണ്ട്, കൂടെ വർക്ക് ചെയ്ത എല്ലാരും ഒക്കെ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ്, എന്താ വിശേഷം? വിശേഷം നമ്മൾ ഓരോ പ്രാവശ്യം വരുന്ന ഇവിടെ വരുന്നു. ഇനിയിപ്പോ കാപ്പി കുടിക്കാൻ പോകും, പിന്നെ ഇവരിതെല്ലാം അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കും, തരുവെങ്കിൽ വാങ്ങിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊന്നും പറയാനൊന്നും പോകത്തില്ല. ഉച്ചയ്ക്ക് എല്ലാരോടും മിണ്ടി പരിചയം പുതുക്കി കൂടുതൽ നിങ്ങളുടെയൊക്കെ കൂടുതൽ മിണ്ടും, എല്ലാരോടും കൂടുതൽ മിണ്ടത്തില്ല. ചിരിക്കും. വെറുതെ ചിരിച്ച് ഇതിനാണ് സന്തോഷം. എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. അങ്ങനെയാണ് അല്ല, എല്ലാരോടും എന്നോട് വിശേഷം, പുതിയ പ്രൊജക്ട് ഏതൊക്കെയാണ് ടിവിയിൽ കാണാറുണ്ട്, ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ തിരക്കണോ? പറയാം. ഞാൻ അങ്ങനെ ചോദിക്കത്തില്ല, നമ്മൾ കാണും, പിന്നെ അവരെ അറിയിക്കണ്ടല്ലോ. അതെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ
സന്തോഷം. അഭിനയം, സീരിയൽ അഭിനയൊക്കെ എങ്ങനെ പോകുന്നു? സീരിയലുണ്ട്, നാളെ തൊട്ടുണ്ട്. ഉണ്ട്. ഇതായോണ്ട് സീരിയലിൽ അങ്ങ് തകർക്കുവാണല്ലേ? അവിടെയാണ് തകർപ്പ് മൊത്തം. അപ്പം സന്തോഷമ്മ ഇതാ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഇവിടെ ലക്കി കൂപ്പൺ ഉണ്ട്. അവര് തരുമോ? ഇത് അവര് തരും, അവിടെ നിന്ന് എഴുതി തരും. ഇവിടെ വന്നിട്ട് അമ്മയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. ഞാൻ എഴുതണം. എഴുതി കൊടുക്കണം. അന്നേരം എന്താ കിട്ടുന്നറിയോ? ഒരു ഗോൾഡ് കോയിൻ. ഓ, നമുക്കൊന്നും കിട്ടത്തില്ല. പിന്നെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ജനറൽ ബോഡി 31ാമത്തെ ജനറൽ ബോഡി കൂടാണ്. രണ്ടാളും ഉണ്ട്. ഭയങ്കര സന്തോഷം. എന്ത് തോന്നുന്നു? നല്ല സന്തോഷമല്ലേ ഇങ്ങനെ എല്ലാവരും കൂടി വർഷത്തിലൊരിക്കൽ ഒത്തുകൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. കാരണം ഈ കലാകുടുംബത്തിലെ എല്ലാവരും കൂടി ഒത്തുചേരുക എന്ന് പറയുമ്പോൾ അതൊരു അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് എല്ലാ വർഷത്തിലൊരിക്കൽ. വളരെ സന്തോഷം. ഓക്കെ, അടുത്തൊരു ജനറേഷൻ കൂടി ഉണ്ട്. ചേച്ചി ഇപ്പൊ എത്രാമത്തെ വർഷം വരുന്നത്? ഒരു 23 വർഷം മുന്നിട്ടായിരിക്കും ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവുക. പക്ഷെ എല്ലാ വർഷവും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പൊ കുറെ വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇന്നാണ് വന്നത്. അപ്പം എന്താണ് എക്സൈറ്റ്മെന്റ് ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോ? ഒരുപാട് സന്തോഷം. അമ്മ ഇവിടെ ഉണ്ടാവാറുള്ളത് കൊണ്ട് ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. എല്ലാ വർഷവും ആ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. പിന്നെ എല്ലാ ലെറ്റേഴ്സും ഇതൊക്കെ കിട്ടാറുണ്ട്. പല ഔദ്യോഗിക കാര്യങ്ങൾ കാരണവും വ്യക്തിപരമായ കാര്യങ്ങൾ കാരണം വരാറില്ല. അത്രേ ഉള്ളൂ. 2-3 വർഷം മുന്നേ ഞാൻ വന്നിരുന്നു. ഹായ് ചേച്ചി. ഹായ്. നമസ്കാരം. ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു കൈ തന്നോളൂ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിലല്ല, കാരണം എൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. സന്തോഷമല്ല, പക്ഷെ എല്ലാരെയും കാണുമ്പോൾ നമ്മൾ ചിരിക്കണ്ടേ, തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഇതൊരു മീറ്റപ്പ് ആണല്ലോ. തീർച്ചയായിട്ടും ഒരു ജനറൽ ബോഡിയാണ്. എല്ലാ കൂടെ ഉള്ള സഹപ്രവർത്തകരൊക്കെ വരും. അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ടാവില്ലേ? എല്ലാരെയും കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഫ്യൂച്ചർ എന്നല്ല, ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ദീസ് ഡേയ്സ്. ഞങ്ങളെ കാണാതെ പോവാന്ന് വിചാരിച്ചു. എന്തുണ്ട് വിശേഷം? ചേച്ചി മോനൊക്കെ എന്ത്? എല്ലാവരും സുഖമായിട്ടിരിക്കണു. മോനും സുഖമായിട്ടിരിക്കണു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വന്നിട്ടുണ്ടോ? ഇല്ല മനു എടുത്തിട്ടില്ല ഇതുവരെ. അതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി. അതെ. ഇത്തവണ എടുത്തില്ല. ചേച്ചി നിർബന്ധിക്കാത്ത? ഇല്ല, ഞാൻ പുള്ളി കുറച്ചും കൂടി നല്ല പടങ്ങൾ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞുള്ള ഒരു ഇതിലേക്കാണ്. അപ്പൊ പിന്നെ ഓക്കെ, അത് പുള്ളിയുടെ ഇതാണ്. കുറച്ച് നല്ല ക്യാരക്ടർ ചെയ്തിട്ട് ഇതിലേക്ക് വരണമെന്ന്. നമ്മള് ഫാമിലി മീറ്റപ്പിലാണ് ലാസ്റ്റ് കണ്ടത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഡാൻസും കോമഡിയും എല്ലാം നല്ല ഗംഭീരമായിരുന്നു. അപ്പൊ വീണ്ടും എല്ലാരെയും ഒന്നുകൂടെ കാണാണ് അല്ലേ? അതെ, അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും ഇന്ന് എല്ലാരും മീറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം താങ്ക് യു സോ ഓക്കെ. 1-2 ടോക്സിന്റെ എല്ലാ വിഷസും. ഓക്കെ സർ, നമസ്കാരം. നമസ്കാരം. ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പിന്നെ ഇവിടെ ഈ മീറ്റിംഗ് ഗെറ്റ് ടുഗദറിന് ആദ്യമായിട്ട് പിന്നെ വരികയാണ്. ഇതിപ്പം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. അതെ. അപ്പൊ 31 വർഷം ആനുവൽ ജനറൽ ബോഡി അമ്മയുടെ സംഘടന കൂടുന്നു. 31 വർഷമായിട്ട് ഞാനുണ്ട്. ഒന്നും മിസ്സായിട്ടില്ല. ഒരെണ്ണം രണ്ടെണ്ണം മാത്രം. അത്ര ഇഷ്ടമാണോ ഇതിലേക്ക് എത്തുന്നത്? എന്താണ്? അത്രയും താല്പര്യത്തോടു കൂടിയാണോ? വളരെ താല്പര്യം. കാരണം ഈ മെമ്പേഴ്സ് നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാമല്ലോ. അതെ, വീട്ടിലെ ഒരു ഫംഗ്ഷൻ പോലെയല്ലേ നമുക്ക്. അമ്മ വിളിക്കുന്നു, വരുന്നു. അതാണ് അതിലെ അമ്മ വിളിക്കുന്നു, വരുന്നു. അമ്മയെ കാണാനായിട്ട് വരുന്നത്, മക്കളെ കാണാൻ. തീർച്ചയായിട്ടും പുതിയ തലമുറയിൽപ്പെട്ട ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരെ പരിചയപ്പെടാനുണ്ട്. അതൊക്കെ ഇപ്പൊ പുതിയ ന്യൂ ജൻ ആളുകളല്ലേ എല്ലാവരും. അവരെയൊക്കെ പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. പുതിയ സിനിമകളിലേക്ക് എന്താണ് ആക്റ്റീവായി? ഞാൻ ഉണ്ട്. ഇനിയിപ്പോ ഒരു 28-ാം തീയതി മുതൽ ഉണ്ട്. ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു. ഞാൻ പടം ചെയ്തു, പക്ഷെ അത് ഈ അവാർഡ് ടൈപ്പ് ആണ്. ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ പുതിയൊരു ഇന്ന് ഇലക്ഷൻ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇലക്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇന്നല്ലേ? എനിക്കറിയില്ല. അറിയില്ല. ഒരു സർപ്രൈസും കൂടെ ഉണ്ട്, അത് അറിഞ്ഞിരുന്നോ? ഒരു സർപ്രൈസ് ഉണ്ട്, അത് അറിഞ്ഞിരുന്നോ? ഇല്ല. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജഗതി ചേട്ടൻ ഇന്ന് ഇവിടെ വരുന്നുണ്ട്. വലിയ കാര്യമാണ്. ജഗതി ചേട്ടൻ നമ്മളെയൊക്കെ കാണാൻ വേണ്ടിട്ട് വരികയാണ്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു
കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. Soul Stellar Private Limited. House of Sarees by Maharani Wedding Collections, Todupura.